ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കുവൈറ്റ് ഷാരൺ ഫെലോഷിപ്പ് ചർച്ചിലെ യുവജന വിഭാഗമായ ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽ മൂവ്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സെമിനാറിൽ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുവാൻ ദൈവം നൽകിയ സാവകാശത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്തുകൊള്ളുന്നു. ഈ സഭയുടെ അധ്യക്ഷനും ഈ സഭയുടെ ശുശ്രൂഷകനും ഈ സെമിനാറിൻ്റെ അധ്യക്ഷനുമായിരിക്കുന്ന കർത്താവിന് പ്രസിദ്ധനായ പാസ്റ്റർ ജോയ് തോമസ് അവറുകൾ, തൻ്റെ കുടുംബം, ഈ സഭയിൽ നിന്നും സമീപ സഭകളിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർക്കും ഈ സമയത്ത് തത്സമയ പ്രക്ഷേപണം മുഖാന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ ക്രിസ്തീയ വന്ദനങ്ങൾ. CM തിരഞ്ഞെടുത്ത ഈ വിഷയത്തെ അധികരിച്ചുകൊണ്ട് നിങ്ങളുമായി ദൈവത്തിന്റെ വചനം പങ്കുവയ്ക്കുവാൻ ലഭിച്ച ഈ അവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബി റിയൽ, യാഥാർത്ഥ്യമായിരിക്കുക, നേരായിരിക്കുക, സുതാര്യമായിരിക്കുക, കൃത്യമായിരിക്കുക എന്നീ വിഷയത്തെക്കുറിച്ചാണ് ഈ രാത്രിയിൽ നാം തിരുവചന ധ്യാനം ചെയ്യുന്നത്. എന്നാൽ ആ വിഷയത്തെ നിങ്ങളുടെ മുൻപാകെ പങ്കുവയ്ക്കുവാനായുള്ള ആത്മീയ പക്വതയോ ആത്മീയ അനുഭവ സമ്പത്തോ എനിക്കില്ല എന്നത് ഞാൻ പ്രാരംഭത്തിൽ തന്നെ സമ്മതിക്കട്ടെ. ദൈവം നമ്മെ കാണുന്ന ആ കാഴ്ചയിൽ നിന്നുകൊണ്ട് ഈ വിഷയം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഒരു യോഗ്യത എനിക്കില്ല എന്ന് ഞാൻ പ്രാരംഭത്തിൽ സമ്മതിക്കുന്നു. സുറിയാനി സഭയുടെ കുർബാന ക്രമം എഴുതിയ വളരെ ഭക്തനായ ബിഷപ്പ് ബാർ എബ്രായ താൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: എന്നെ ഞാൻ അറിയുന്നത് പോലെ നിങ്ങൾ എന്നെ അറിഞ്ഞാൽ നിങ്ങളുടെ മുൻപാകെ ദൈവവചനം ശുശ്രൂഷിപ്പാൻ നിങ്ങൾ സമ്മതിക്കുകയില്ല. എന്നാൽ അതേസമയം അദ്ദേഹം മറ്റൊരു വാചകം കൂടെ പറഞ്ഞു: നിങ്ങളെ നിങ്ങൾ അറിയുന്നത് പോലെ ഞാൻ നിങ്ങളെ അറിഞ്ഞാൽ നിങ്ങളുടെ മുൻപാകെ ദൈവവചനം ശുശ്രൂഷിപ്പാൻ എനിക്ക് പേടി വരും. കർത്താവിന്റെ വചനം നമ്മുടെ അന്തരാത്മാവിൽ അത് യഥാർത്ഥ ക്രിയ ചെയ്യേണ്ടതിന് നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ബി റിയൽ എന്ന പദം തന്നെ ലോകപ്രസിദ്ധമായി തീർന്നത് ചെറിൽ ലിൻ എന്ന് പറയുന്ന ഒരു ക്രിസ്തീയ പാട്ടുകാരി 1978 എഴുതിയ Got to be real എന്ന് പറയുന്ന ഒരു സംഗീതത്തിൽ കൂടിയാണ്. തന്നൊരു ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. തൻ്റെ മാതാവ് ഒരു സംഗീത അധ്യാപികയാണ്. ആ പശ്ചാത്തലത്തിൽ യേശുവിനെ അറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ യാഥാർത്ഥ്യമായിരിക്കുക എന്ന ആശയം വരുന്ന സംഗീതം താൻ ലോകത്തിന് നൽകി. തൻ്റെ ആ സംഗീതത്തിനകത്ത് തന്നെ ബി റിയൽ എന്ന പദം 25 പ്രാവശ്യം നാം കാണുന്നുണ്ട്. എന്നാൽ തന്നോടുകൂടെ ലോകത്തിൽ, സംഗീത ലോകത്തിൽ പ്രസിദ്ധരായി തീർന്ന 2 വ്യക്തികളെയാണ് നിങ്ങൾ കാണുന്നത്. ഒന്ന് മൈക്കിൾ ജാക്സൺ, അടുത്തത് ദ ബീറ്റിൽസ്. അവരെല്ലാം ലോകത്തിന്റെ മുൻപാകെ തങ്ങൾ പാടിയതും തങ്ങൾ ചെയ്തതുമെല്ലാം യാഥാർത്ഥ്യമാണ് എന്ന് ലോകത്തിന്റെ മുൻപാകെ അവതരിപ്പിച്ചു. പക്ഷെ അവരുടെ എല്ലാം അന്ത്യം നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് നമുക്കൊരു കാര്യം മനസ്സിലാകും: മറ്റുള്ള മുൻപാകെ പ്രകടിപ്പിക്കുന്നതല്ല, ആന്തരികമായിട്ട് ജീവിതത്തിൽ ദൈവം നോക്കുന്നത്. ഞാൻ ഒരു ക്രൈസ്തവ കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. എന്നാൽ BSc പഠിക്കുന്ന സമയത്താണ് ഞാൻ യേശുവിനെ രക്ഷകനായി സ്വീകരിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകിയത്.
നിങ്ങളുടെ മുൻപാകെ 1-2 മിനിറ്റ് കൊണ്ട് ഞാൻ ആ കാര്യം ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. അന്നെ വല്യപ്പച്ചന് 90 വയസ്സ് പ്രായമുണ്ട്. താൻ എല്ലാ വർഷവും 40 ദിവസം വലിയ നോമ്പോടുള്ള ബന്ധത്തിൽ ഉപവാസമാണ്. 1990 ഏപ്രിൽ മാസത്തില് താൻ 40 ദിവസം ഉപവാസമാണ്. ആ സമയത്ത് എനിക്ക് BSc-യുടെ ഫൈനൽ ഇയറിന്റെ എക്സാമിന്റെ സ്റ്റഡി ലീവാണ്. എന്നോട് പറഞ്ഞു, നീയും പ്രാർത്ഥിക്കുവാൻ ഇരിക്കുവാൻ. എനിക്ക് വലിയ താല്പര്യമൊന്നില്ലായിരുന്നുവെങ്കിലും അപ്പച്ചന്റെ ആ ആഗ്രഹം പ്രമാണിച്ച് അപ്പച്ചനോട് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരുന്നു. എന്നാൽ 10-22 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അകത്തൊരു ചോദ്യം, നിനക്ക് 2 മുഖമല്ലേ ഉള്ളത്? ഈ ചോദ്യം ആരാ, ഇതിന്റെ അർത്ഥം എന്താ ഒന്നും എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഈ ചോദ്യം ആരോടും പറഞ്ഞില്ല. എന്നാൽ ആശ ആഴ്ച തുടങ്ങുന്ന ആ സമയത്ത് ആ ചോദ്യം വീണ്ടും ആവർത്തിച്ചു, നിനക്ക് 2 മുഖമല്ലേ ഉള്ളത്? ഞാൻ ആ സമയത്ത് അപ്പച്ചനോട്, അപ്പച്ച ഇങ്ങനൊരു ചിന്ത എന്റെ മനസ്സിൽ വരുന്നു. അപ്പച്ചൻ പറഞ്ഞു, മോനെ എനിക്ക് അതിന്റെ അർത്ഥമൊന്നും പറഞ്ഞു തരാൻ അറിയില്ല. പക്ഷേ ശമൂവേൽ ബാലനുണ്ടല്ലോ, യഹോവയെ അരുളി ചെയ്യണമേ, അടിയനിതാ കേൾക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നീ ദൈവത്തോട് പറ, ദൈവം നിനക്ക് മനസ്സിലാക്കി തരും. പ്രാർത്ഥന കഴിഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞ് ഫൈനൽ എക്സാം ആണ്. അതുകൊണ്ട് ഞാൻ പഠിക്കുവാനായിട്ട് എന്റെ കസേരയിൽ ഇരുന്ന് എന്റെ ടേബിളിന്റെ പുറത്ത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ നോട്ട്ബുക്കും ടെക്സ്റ്റ് ബുക്കും തുറന്ന സമയത്താണ് എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ആദ്യത്തെ അത്ഭുതം ഞാൻ അനുഭവിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഞാനൊരു പാപിയാണെന്നുള്ള തിരിച്ചറിവ് ദൈവം എനിക്ക് നൽകിയത് ഞാൻ ആ കസേരയിൽ ഇരിക്കുമ്പോഴാണ്. 2 മുഖം നിനക്കുണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവ് എനിക്ക് മനസ്സിലാക്കി തന്നു. വീട്ടിൽ രാവിലെയും വൈകിട്ടും മാതാപിതാക്കൾ, വല്യപ്പച്ചൻ, ഞങ്ങൾ 3 സഹോദരങ്ങൾ രാവിലെയും വൈകിട്ടും കൃത്യമായി ഓരോ മണിക്കൂർ നിന്ന് പ്രാർത്ഥിക്കുന്ന പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത്. പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ സൺഡേ സ്കൂൾ അധ്യാപകനാണ്. വിശുദ്ധ മദ്ബഹായില് ഒരു വെള്ളക്കുപ്പായം ധരിച്ച് അച്ഛനോടുകൂടെ ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു. സൺഡേ സ്കൂൾ അധ്യാപകൻ 9ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു. പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കുന്നു. വീട്ടിലും പള്ളിയിലും നല്ല മുഖത്തിന് ഉടമയായിട്ട് ജീവിക്കുന്നു. എന്നാൽ അന്ന് ഞാൻ പഠിക്കുന്നത് കോട്ടയം ബസേലിയസ് കോളേജിലാണ്. BSc മാത്തമാറ്റിക്സില് 8 ആൺകുട്ടികളും ബാക്കി എല്ലാവരും പെൺകുട്ടികളുമാണ്. അവിടെ ചെല്ലുമ്പോൾ വലിയ തെറ്റിലേക്കൊന്നും പോയില്ല എങ്കിലും വീട്ടിലെയും പള്ളിയിലെയും ജീവിതം പോലെ ആയിരുന്നില്ല കോളേജിൽ ജീവിച്ചിരുന്നത്. അവിടെ മറ്റൊരു മുഖത്തിന് ഉടമയായി ജീവിച്ചു. വീട്ടിലും പള്ളിയിലും ഒരു മുഖം, പഠിക്കുന്ന കോളേജിൽ മറ്റൊരു മുഖം. ഈ 2 മുഖങ്ങൾ തമ്മിൽ അറിയില്ല. പക്ഷേ ഇത് രണ്ടും കാണുന്നവനായ ഒരു ദൈവം ഉയരത്തിലുണ്ട് എന്ന് അന്നാണ് എനിക്ക് മനസ്സിലായത്. ബി റിയൽ എന്ന ആ ദൈവവചന സത്യം എന്റെ ജീവിതത്തില് ഞാൻ ആദ്യമായിട്ട് തിരിച്ചറിയുന്നത് 1990 ഏപ്രിൽ മാസത്തിലാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തില് ഒരു ജെനുവിൻ ക്രിസ്തീയ ജീവിതം, ഒരു യാഥാർത്ഥ്യമുള്ള ക്രിസ്തീയ ജീവിതം, ഒരു നേരായ ക്രിസ്തീയ ജീവിതം, കൃത്യതയുള്ള ഒരു ക്രിസ്തീയ ജീവിതം നാം നയിക്കണമെങ്കിൽ നമ്മളിലേക്ക് തിരിഞ്ഞുകൊണ്ട് നാം ആര് എന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന കാര്യം നാം വിസ്മരിച്ചു പോകരുത്. നിങ്ങളുടെ മുൻപാകെ ദൈവവചനത്തിൽ ഒരു ഭാഗം കൊണ്ടുവരുവാൻ ഞാൻ വളരെ വേഗം ആഗ്രഹിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വേദഭാഗത്തില് യേശു കർത്താവും ശിഷ്യന്മാരും കൂടെ ഒരുമിച്ച് നടന്ന യാത്രയില് ഫിലിപ്പിന്റെ കൈസരിയിൽ വെച്ച് യേശു തന്റെ ശിഷ്യന്മാരോട് ചോദിച്ച ചോദ്യഭാഗങ്ങളാണ് നാം ആ ഭാഗത്ത് കാണുന്നത്. 13-ാം വചനത്തില് യേശു ചോദിക്കുകയാണ്, മനുഷ്യപുത്രൻ ആര് എന്ന് ജനങ്ങൾ പറയുന്നു? അവരുടെ മറുപടി, നീ യോഹന്നാൻ സ്നാപകനെന്ന് ചിലർ പറയുന്നു, നീ യെശയ്യാവെന്ന് ചിലർ പറയുന്നു, നീ ഏലിയാവെന്ന് ചിലർ പറയുന്നു, നീ യെരമ്യാവെന്ന് ചിലർ പറയുന്നു, മറ്റു ചിലർ പറയുന്നു നീ മറ്റേതോ പ്രവാചകനാണ് എന്ന്.
കർത്താവിന് ആ മറുപടി തൃപ്തിയായില്ല. അതുകൊണ്ട് കർത്താവ് 15-ാം വാക്യത്തില് അവരോട് വീണ്ടും ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്ന് നിങ്ങൾ പറയുന്നു? ഞാൻ ആര് എന്ന് നിങ്ങൾ പറയുന്നു? അവിടെ ശിമോൻ പത്രോസ് ഒരു മറുപടി പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു എന്ന്. എന്നാൽ ഇവിടെ വളരെ ശ്രദ്ധേയമായ ഒരു ചോദ്യം നാം മനസ്സിലാക്കണം. കർത്താവ് എന്താ ചോദിച്ചത്? Who do people say the Son of Man is? രണ്ടാമത്തെ ചോദ്യത്തിലും Who do you say that I am? നാം ഒരു മനുഷ്യന്റെ വ്യക്തിത്വം അറിയുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് പദങ്ങളാണ് ഹു എന്നുള്ളതും വാട്ട് എന്നുള്ളതും. കുട്ടികളുണ്ടല്ലോ, സ്കൂളിലെ അധ്യാപകർ നിങ്ങളോട് ചോദിക്കും, ഹു ഈസ് എ ഫാദർ? നമ്മളെന്ത് പറയും? മൈ ഫാദർ ഈസ് മിസ്റ്റർ M.K. കുര്യൻ. ഉടനെ അടുത്ത ചോദ്യം, വാട്ട് ഈസ് യുവർ ഫാദർ? ഉടൻ പറയും, മൈ ഫാദർ ഈസ് എ ഗവൺമെന്റ് സെർവന്റ്. എന്താ വ്യത്യാസം? ഹു, ആരാണ് നിങ്ങളുടെ പിതാവ് എന്ന് ചോദിച്ചാൽ പറയും, എന്റെ പിതാവിന്റെ പേര് മിസ്റ്റർ M.K. കുര്യൻ എന്നാണ്. എന്താകുന്നു നിങ്ങളുടെ പിതാവ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും, എന്റെ പിതാവ് ഒരു ഗവൺമെന്റ് സെർവന്റ് ആണ്. ഈ ഹൂവും വാട്ടും തമ്മിലുള്ള വ്യത്യാസം എന്തുവാ? ഇത് തന്നെയാണ് യേശു ശിഷ്യന്മാരോട് ചോദിച്ചത്. യേശു ചോദിച്ചത് മനുഷ്യപുത്രൻ ആര്? ഹൂ. ആ ചോദ്യത്തിന് അവര് പറഞ്ഞ മറുപടി എന്താണെന്നറിയാവോ? മനുഷ്യപുത്രൻ എന്ത് എന്ന മറുപടിയാണ് പറഞ്ഞത്. കാരണം യോഹന്നാൻ സ്നാപകനെ പോലെ നീ ശുശ്രൂഷിക്കുന്നവനായതുകൊണ്ട് നിന്റെ പ്രവർത്തന രീതികൾ കണ്ടിട്ട് നീ യോഹന്നാൻ സ്നാപകനാന്ന് നമുക്ക് തോന്നുന്നു. ഏലിയാവ് പ്രവർത്തിച്ചതുപോലെ നിന്റെ ശുശ്രൂഷ കാണുന്നത് കൊണ്ട് ജനങ്ങൾ ചിന്തിക്കുന്നു, ഒരുപക്ഷെ നീ ഏലിയാവ് ആയിരിക്കും. ഇനിയല്ല, കരയുന്ന പ്രവാചകനായ യെരമ്യാവിനെ പോലെ നീ രാത്രിതോറും കരഞ്ഞ് ശുശ്രൂഷിക്കുന്നവനായതുകൊണ്ട് നിന്റെ ശുശ്രൂഷകൾ കണ്ടിട്ട് നീ യെരമ്യാവാണെന്ന് ചിലർക്ക് തോന്നുന്നു. പക്ഷെ യേശു ചോദിച്ചതല്ല. യേശു ചോദിച്ചത് ഞാൻ എന്താകുന്നു എന്നല്ല ചോദിച്ചത്. യേശു ചോദിച്ചത് ഞാൻ ആരാകുന്നു. ഐഡന്റിറ്റിയും റോളുകളും തമ്മിൽ ഈ ജനത്തിന് കൺഫ്യൂഷൻ ആയിപ്പോയി. വ്യക്തിത്വവും നമ്മുടെ പ്രവർത്തന രീതികളും ഈ ജനത്തിന് ആശയക്കുഴപ്പമായി. യേശു ചോദിച്ചത് എന്റെ വ്യക്തിത്വം എന്താണ്? അവർ പറഞ്ഞത് നിന്റെ പ്രവർത്തന രീതികൾ ഏതാണ്? യേശു ചോദിച്ചത് ആരാണ് ഞാൻ? അവർ പറഞ്ഞത് നീ എന്താണെന്ന്. കർത്താവ് ആ മറുപടി തൃപ്തനല്ല. കർത്താവ് അതുകൊണ്ട് തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾ പറ ഞാൻ ആര്? ജനം എന്ത് വേണമെന്ന് പറഞ്ഞോട്ടെ. ഉടനെ ശിമോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്നുള്ളത് അത് യേശുവിന്റെ റോൾ അല്ല, അത് യേശുവിന്റെ പ്രവർത്തന രീതിയല്ല, യേശുവിന്റെ വ്യക്തിത്വത്തിന്റെ വിവിധ തലങ്ങളല്ല, മറിച്ച് അവൻ ആരാണ്, അവന്റെ വ്യക്തിത്വം എന്താണ്, ദൈവത്തിന്റെ മുൻപാകെ അവൻ ആരാണ്. ആ മറുപടിയാണ് പത്രോസ് പറഞ്ഞത്. ഉടനെ കർത്താവ് പറയുകയാണ്, ശിമോനെ നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ എന്താണെന്ന് പറഞ്ഞെന്നറിയാവോ? ഇന്നും നമുക്ക് പറ്റുന്ന കുഴപ്പം ഇവിടെ. ഞാൻ ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും പാസ്റ്റർ എന്താണെന്ന്. നിങ്ങളോട് ഞാൻ ചോദിക്കുക, നിങ്ങൾ ആരാണ്? നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വം എന്താണെന്ന് പറയില്ല. നിങ്ങൾ പറയും ഞങ്ങളുടെ വ്യത്യസ്തങ്ങളായ ഓരോ റോളുകള് ഞങ്ങൾ പറയും. നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ മനുഷ്യൻ സർക്കസ് കൂടാരത്തിൽ ചാടി മറിഞ്ഞ് നടക്കുന്ന ജോക്കറാണ്. ആ വ്യക്തി ഒരു മനുഷ്യനാണ്. അവന് വ്യക്തിത്വം ഒന്നേ ഉള്ളൂ. പക്ഷേ അവൻ മുഖത്ത് ധരിക്കുന്ന പൊയ്മുഖം അനുസരിച്ച്
അവന്റെ റോളുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അവൻ വൃദ്ധനെന്ന റോൾ എടുക്കും, യൗവനക്കാരെന്ന റോൾ എടുക്കും, സ്ത്രീ എന്ന റോൾ എടുക്കും, പുരുഷൻ എന്ന റോൾ എടുക്കും, ചിരിപ്പിക്കുന്നവൻ എന്ന റോൾ എടുക്കും, കരയിപ്പിക്കുന്ന റോൾ എടുക്കും, അവൻ ഗൗരവക്കാരൻ എന്ന റോൾ എടുക്കും, നിസ്സാരൻ എന്ന റോൾ എടുക്കും. പക്ഷേ ഈ റോൾ ഒന്നുമല്ല അവനെന്ന് പറയുന്നത്. ഈ റോളുകൾക്ക് പിറകിൽ മറഞ്ഞു നിൽക്കുന്ന യഥാർത്ഥ വ്യക്തിത്വമാണ് അവൻ. ഈ രാത്രിയില് നാം ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത് നമ്മുടെ റോളുകൾക്ക് പിറകിൽ നിൽക്കുന്ന വ്യക്തി, പച്ചയായ മനുഷ്യൻ, യഥാർത്ഥമായ മനുഷ്യൻ. ഒരുപക്ഷെ എന്നെ സംബന്ധിച്ച് അപ്പൻ എന്ന റോൾ എനിക്കുണ്ട്, ഭർത്താവ് എന്ന റോൾ എനിക്കുണ്ട്, മകൻ എന്ന റോൾ എനിക്കുണ്ട്, പാസ്റ്റർ എന്ന റോൾ എനിക്കുണ്ട്, ബൈബിൾ ട്രാൻസ്ലേറ്റർ എന്ന റോൾ എനിക്കുണ്ട്, യുവജന പ്രവർത്തകൻ എന്ന റോൾ എനിക്കുണ്ട്, അധ്യാപകൻ എന്ന റോൾ എനിക്കുണ്ട്, വിദ്യാർത്ഥി എന്ന റോളുമുണ്ട്. ഇതെല്ലാം എന്റെ റോളുകളാണ്. പക്ഷെ ഞാൻ ആരാണ്? ഈ രാത്രി പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങളുടെ റോളുകളല്ല നിങ്ങൾ. റോളുകളുടെ പിറകിൽ നിൽക്കുന്ന പച്ചയായ ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യനാണ് നിങ്ങൾ. അതുകൊണ്ടാണ് യേശു തന്റെ വ്യക്തിത്വത്തെ ശിഷ്യന്മാർ കൃത്യമായി പറയാഞ്ഞത് കൊണ്ട് യേശു വീണ്ടും ചോദിച്ചു, Who do you say I am? ഈ രാത്രി ആ ഒരു മറുപടി ദൈവത്തിങ്കിൽ നിന്ന് നമുക്ക് പ്രാപിക്കുവാൻ കഴിഞ്ഞാൽ നാം ധന്യരായി മാറി. എന്താണ് ബി റിയൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ഡെഫിനിഷൻ എന്താണ്? റിയൽ എന്ന പദം അതിന്റെ അർത്ഥം നിലനിൽക്കുന്നത്, സംഭവിക്കുന്നത്, ഫേക്ക് അല്ലാത്തത്, തെറ്റ് അല്ലാത്തത്, കൃത്രിമം അല്ലാത്തത്, ഫ്രോഡ് അല്ലാത്തത്, മനുഷ്യന്റെ മനോബോധത്തിൽ അല്ലാത്തത്, ജനുവിനായിട്ടുള്ളത്, സുതാര്യമായിട്ടുള്ളത്. ഇതാണ് റിയൽ എന്ന പദത്തിന്റെ അർത്ഥം. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പല സെന്റൻസുകളുണ്ടല്ലോ. The movie is based on real events. നടന്ന സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള സിനിമ എന്ന് ആൾക്കാർ പറയും. The actor Phantom is not a real person. നടനായ ഫാൻഡം എന്ന് പേരുള്ള മനുഷ്യൻ അവൻ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ അല്ല, പിന്നെ ഒരു നടനാണ്. ചിലപ്പം പറയും, in real life relationships are not perfect. നമ്മുടെ ദൈനംദിന യാഥാർത്ഥ്യ ജീവിതത്തില് ബന്ധങ്ങൾ നിലനിൽക്കുന്നതല്ലെന്നേ. പിന്നെ ചിലർ ചോദിക്കും, വാട്ട് ഈസ് യുവർ റിയൽ നെയിം? നിന്റെ ശരിയായ പേരെന്തുവാ? അപ്പോൾ ഈ പദങ്ങളെല്ലാം, ഈ ചോദ്യങ്ങളെല്ലാം നാം റിയൽ എന്ന പദത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി ഉള്ളതാണ്. പക്ഷെ അതിനകത്ത് മറ്റൊരു വാക്കുകളുണ്ട്, ബി റിയൽ. എന്താ ബി എന്ന് പറഞ്ഞാൽ? ഇംഗ്ലീഷ് ഭാഷയില് ബി എന്ന് പറയുന്ന ഒരു ഓക്സിലറി വെർബാണ്, ഒരു സഹായക ക്രിയയാണ്. അതിന്റെ അർത്ഥം ആയിരിക്കുക, ആയിത്തീരുക, ഒരു വിശേഷണം നാമത്തെ പരിപോഷിപ്പിക്കുന്ന പദം. ഇതൊക്കെയാണ് ബി എന്നതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. അങ്ങനെയെങ്കിൽ ബി റിയൽ എന്ന് പറഞ്ഞാൽ, ഞാൻ ഇങ്ങനെ പറയട്ടെ, ബി ദ വേ യു ആർ. നീ ആയിരിക്കുന്നത് പോലെ, നീ ആയിരിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ബി റിയൽ. നീ അഭിനയിക്കുന്നത് പോലെ ആയിരിക്കുന്നതല്ല ബി റിയൽ. നീ ആയിരിക്കുന്നത് പോലെ ആയിരിക്കുന്നത്. ഞാൻ അഭിനയിക്കുന്നത് പോലെ ഞാൻ ആയിരിക്കുന്നത് ബി റിയൽ അല്ല. അതിനെ വിളിക്കുന്ന പേരാണ് ബി ഫ്രോഡ്. നമ്മൾ ചിലരെ വിളിക്കുന്നല്ലേ, അവരൊരു ഫ്രോഡാന്ന് പറയല്ലേ. എന്നാൽ ഞാൻ ആയിരിക്കുന്നത് പോലെ ഞാൻ ആകുന്നതിനെ വിളിക്കുന്ന പേരാണ് ബി റിയൽ. നിങ്ങൾ കണ്ടോ, 72 വയസ്സുള്ള അമ്മച്ചി
ചില മേക്കപ്പുകളൊക്കെ വരുത്തിയിട്ട് 25 വയസ്സുള്ള സുന്ദരി കുട്ടിയായിട്ടിരിക്കുന്നുണ്ടോ? കൃത്രിമമായിട്ട് തന്റെ അപ്പിയറൻസിൽ മാറ്റിക്കൊണ്ട് മറ്റുള്ളവരുടെ മുൻപാകെ മുഖം മൂടി അണിഞ്ഞു നിൽക്കുന്ന ഒരമ്മച്ചിയെ കണ്ടോ? ഇതാണ് റിയാലിറ്റി വേഴ്സസ് അപ്പിയറൻസ്. യാഥാർത്ഥ്യവും അഭിനയവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. എന്നാൽ എന്താ സംഭവിക്കുന്നത്? ഇന്ന് ലോകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയൊന്ന് നോക്കിയാൽ എല്ലാവരും പുറമേയുള്ള എക്സ്റ്റീരിയർ അപ്പിയറൻസിനാണ് അധികം പ്രാധാന്യം കൊടുക്കുന്നത്. ആന്തരിക സ്വഭാവത്തിന്, ആന്തരിക ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല. അവർ മറ്റുള്ളവരുടെ മുൻപാകെ ആരാണ് എന്നതിനാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. അവര് അതിൽ പുകഴും. ആധുനിക സൗകര്യങ്ങളായതൊക്കെ നമ്മുടെ കൈവശമുണ്ടെങ്കിൽ അതിന്റെ പേരിലാണ് നമ്മൾ അഭിമാനം കൊള്ളുന്നത്. പുറമേ നമ്മൾ കണ്ണാടിയുടെ മുമ്പിലൊക്കെ നിന്നിട്ട് ഒന്ന് ടിപ്പൊക്കെ ആയിട്ട് ഒന്ന് നോക്കിയിട്ട് നമ്മൾ വിചാരിക്കും, ഓ ഞാനാണല്ലോ ഷാരൂഖ് ഖാൻ എന്ന് ചിന്തിച്ചുകൊണ്ട് പിന്നെ നമ്മുടെ നടപ്പ് മുഴുവൻ ഷാരൂഖ് ഖാൻ നടക്കുന്നത് പോലെയാണ് നടക്കുന്നത്. നമ്മുടെ വ്യക്തിത്വം പോലും ആ നിലയിൽ നമ്മൾ അഭിനയിക്കുവാനായിട്ട്, അവതരിപ്പിക്കുവാനായിട്ട് നാം ശ്രമിച്ചുകൊണ്ട് യാഥാർത്ഥ്യത്തെ മറച്ചു പിടിക്കുന്ന ഒരു കപട ലോകമാണ് ഇന്ന് നമ്മുടെ ചുറ്റുപാടുമുള്ളത്. ഞാൻ ഒരു കാര്യം പറഞ്ഞട്ടെ, ലോകത്തെ കപടത എന്ന് നാം മുദ്രയടിച്ച് മാറ്റുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ സഭയ്ക്കകത്തോട്ടും ഈ കപടതകൾ കടന്നു വരുന്നില്ല എന്ന് നാം ഒന്ന് സ്വയം വിമർശനം ചെയ്യുന്നത് നന്നായിരിക്കും എന്നാണ് എൻ്റെ പക്ഷം. എന്താണ് ഈ അഭിനയിക്കുവാനായിട്ട് മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്? ഞാൻ പ്രധാനമായ 4 കാരണങ്ങൾ നിങ്ങളുടെ മുൻപാകെ കൊണ്ടുവരാം. ഏതു മനുഷ്യനും ഈ പ്രലോഭനത്തിന് അടിമയാണ്. അത് വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും, സാധാരണക്കാരനാണെങ്കിലും ശുശ്രൂഷകനാണെങ്കിലും, ലേമാനാണെങ്കിലും പ്രസിഡന്റ് ആണെങ്കിലും, ഒരു വ്യത്യാസവുമില്ലാതെ ഈ 4 സ്വാധീനങ്ങൾ നമ്മളിലേക്ക് ഓരോ നിമിഷവും കടന്നു വരുന്നതാണ്. ഒന്ന്, the deceiving act of our self. സെൽഫ് എന്നുള്ള പദം എന്നെ തന്നെ, ഈഗോ എന്ന് വിളിക്കുന്ന ഞാനെന്നൊരു ഭാവമുണ്ടല്ലോ. എൻ്റെ അകത്ത് ആരും അറിയാതെ ഞാൻ സൂക്ഷിച്ചു വെക്കുന്ന ഞാനെന്ന് പറയുന്ന ഒരു ഭാഗമുണ്ടല്ലോ. മനുഷ്യ സൃഷ്ടിയില് ശരീരം, ദേഹി, ആത്മാവ്, ഈ 3 ഘടകങ്ങളിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ശരീരം പുറമേ കാണുന്നു, ആത്മാവ് ദൈവവുമായി സംസർഗം നടത്തുന്നു. എന്നാൽ ഇതിനിടയ്ക്ക് ഒരു ഘടകമുണ്ട്, സോൾ എന്ന് വിളിക്കുന്നത്. ദേഹി എന്ന് പറയുന്ന ഒരു തലമുണ്ട്. അവിടെ ഒരു വലിയ വീരപ്പൻ ഒളിഞ്ഞു കിടപ്പുണ്ട് കേട്ടോ. ഒരു വലിയ ഭൂലൻ ദേവി അവിടെ ഒളിഞ്ഞു കിടപ്പുണ്ട്. ആ വീരപ്പനെയും ഭൂലൻ ദേവിയും വിളിക്കുന്ന പേരാണ് ഈഗോ എന്നുള്ളത്. ഞാൻ എന്ന ഭാവം അതെപ്പോഴും ഹിഡൻ പേഴ്സണാലിറ്റിയാ, മറഞ്ഞിരിക്കുന്നതാണ്, പുറമേയുള്ളതിനെ മറച്ചു വെക്കുന്നതാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനം 139 1-2 വാക്യങ്ങളില് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിച്ചത്, ദൈവമേ നീ എന്നെ ശോധന ചെയ്ത് എന്നെ നീ അറിയണമേ. എൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ആ ഈഗോ എന്നെ എപ്പോഴും മറ്റൊരു മനുഷ്യനാക്കി തീർക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ നീ എൻ്റെ അകത്തോട്ട് നിന്റെ ദൃഷ്ടി ഒന്ന് പായിച്ച് എന്നെ നോക്കണമേ. രണ്ടാമത്തെ സ്വാധീനം, ദ ഇൻഫ്ലുവൻസ് ഓഫ് മീഡിയാസ്. ഇന്നത്തെ മാധ്യമങ്ങൾ ഓരോ വ്യക്തിയെയും മറ്റൊരുവനാക്കി തീർക്കുന്നതിന് വളരെ വ്യഗ്രത കാണിക്കുകയാണ്. നിങ്ങളെല്ലാം മാധ്യമം ശ്രദ്ധിച്ചോ? TV, റേഡിയോ, മൊബൈൽ,
ഇന്റർനെറ്റ്, എന്തെല്ലാം ആധുനിക വാർത്താ വിനിമയ സംവിധാനമുണ്ടോ, ഇതിനകത്ത് റിയൽ ആളെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ഇന്നത്തെ ഇന്റർനെറ്റിലെ പ്രൊഫൈൽ പോലും റിയൽ അല്ലല്ലോ. പ്രൊഫൈലിനകത്തിരിക്കുന്ന സുന്ദരി കുട്ടിയുടെ മുഖം അനുസരിച്ച് പാലക്കാരൻ ഒരാള് കാഞ്ഞിരപ്പള്ളിയിൽ ഒരു കുട്ടിയുമായിട്ട് മിസ് കോളിൽ ബന്ധപ്പെട്ടു. പാലക്കാരന് 72 വയസ്സുണ്ട്. തന്റെ പ്രൊഫൈൽ ചിത്രവും 23 വയസ്സാണ്. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിസ് കോൾ വഴിയും നെറ്റ് വഴിയും ബന്ധപ്പെട്ടു. ഒടുവിൽ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ കണ്ടുമുട്ടാമെന്ന് അവർ രണ്ടുപേരും വാക്ക് പറഞ്ഞു. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ഒരു 4 മാസം മുമ്പ് വന്ന് കണ്ടുമുട്ടിയപ്പോഴാണ് കാഞ്ഞിരപ്പള്ളിക്കാരി കുട്ടി കണ്ടത് 22 വയസ്സുകാരൻ എന്ന നിലയിൽ കഴിഞ്ഞ 4-5 മാസം ഞാനുമായിട്ട് ചാറ്റ് ചെയ്ത ഈ 72കാരൻ എന്നെ ശരിക്കും ചീറ്റ് ചെയ്യുകയാണല്ലോ എന്ന് മനസ്സിലായത്. ഞാൻ പറഞ്ഞത് പ്രൊഫൈല് പോലും റിയൽ അല്ലല്ലോ. ടി വിയിൽ കാണുന്നയാളെ നമുക്ക് കാണുന്നുണ്ടോ? റേഡിയോ, നെറ്റ്, മാധ്യമങ്ങൾ മുഴുവൻ യാഥാർത്ഥ്യം മറച്ചു വെച്ചിട്ട് പബ്ലിക്കിന്റെ കൺദൃഷ്ടിയുടെ മുൻപാകെ നല്ലൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഈ സ്വാധീനം നമ്മളിലേക്ക് വരുന്നില്ലേ? നമ്മുടെ കൈവശം നാം ഉപയോഗിക്കുന്ന, അതുകൊണ്ട് ഞാൻ എഴുതിയത് പ്രോക്സിമിറ്റി ഇംപാർട്സ് ബിഹേവിയർ. നാം ഈ പറയുന്ന സാധനങ്ങളുമായിട്ട് എന്തുമാത്രം അടുത്തിടപെടുന്നോ അതിന്റെ സ്വഭാവം നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും, അറിയാതെ തന്നെ. മൂന്നാമത്തേത്, the desire for being smart and performance. മറ്റുള്ളവരുടെ മുൻപാകെ ഞാൻ ഏതാണ്ട് ആണെന്ന് കാണിക്കുവാനുള്ള വ്യഗ്രത സകല മനുഷ്യർക്കുമുണ്ട്. അത് ആത്മീക ശുശ്രൂഷയിലായിക്കൊള്ളട്ടെ, ഭൗതിക ജോലിയിലായിക്കൊള്ളട്ടെ, വേഷവിധാനത്തിലാകട്ടെ, പ്രസംഗ രീതിയിലായിക്കൊള്ളട്ടെ, ഏത് വിധേനയും ഐ ആം സംതിങ് ഫോർ പീപ്പിളിന്റെ മുൻപാകെ ഐ ആം സംതിങ് എന്ന കോളർ കുലുക്കി കാണിക്കുന്ന ഒരാഗ്രഹം എല്ലാവരുടെയും മനസ്സിലുണ്ട്. ഈ ആഗ്രഹത്തെ നാം നിയന്ത്രിച്ചില്ലെങ്കിൽ നാം അറിയാതെ അഭിനയിക്കുന്നവരായി മാറിപ്പോകും. നാലാമത്തേത്, the internal attempt to match with the projected image and concept. 10 പ്രാവശ്യം 10 പേര് മാത്യൂസ് പാസ്റ്ററെ ഉഗ്രനായിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ 11ാമത്തെ പ്രാവശ്യം ഞാൻ ഉഗ്രമാക്കാൻ വേണ്ടി ഒരു ശ്രമം എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. കാരണം എന്നെ കുറിച്ചൊരു പ്രൊജക്റ്റഡ് ഇമേജ് മറ്റുള്ളവർ സൃഷ്ടിച്ചു തന്നിരിക്കുക. അപ്പൊ ഈ പ്രൊജക്റ്റഡ് ഇമേജ് എന്നിൽ യാഥാർത്ഥ്യം അല്ലെങ്കിലും എന്റെ അകത്ത് ഒരു ഭയങ്കര സ്ട്രഗിളാണ്. അതുകൊണ്ടല്ലേ കണ്ണാടിയുടെ മുൻപാകെ പെൺകുട്ടികൾ ഒരുങ്ങുവാൻ കയറി കഴിഞ്ഞാൽ ഒരു 45 മിനിറ്റ് അവിടെ ഉപയോഗിക്കുന്നത്. കാരണം അവരുടെ മനസ്സിനകത്ത് ഐശ്വര്യ റായി ഇരിക്കുകയാണ്. പക്ഷെ മുഖത്തിന്റെ ചുളിവുകളും അവിടുത്തെ ചെറിയ മാർക്കുകളും മുടിയുടെ ഷെയ്പ്പും പുരികത്തിന്റെ ഷെയ്പ്പും വേഷവിധാനവും ഒന്നും ഐശ്വര്യ റായിയുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല. പക്ഷെ എങ്കിലും അകത്തൊരു ഭയങ്കര വ്യഗ്രതയാണ്, എനിക്ക് ഐശ്വര്യ റായി ആകണം. അതുകൊണ്ട് എന്ത് ചെയ്യുക? കണ്ണാടി, ബലഹീനമായ കണ്ണാടി ഈ സഹോദരിയെ 45 മിനിറ്റ് സഹിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. ഞങ്ങളും മോശക്കാരൊന്നും അല്ലെന്നേ. ഞങ്ങളും കണ്ണാടി ഇല്ലെങ്കിലും കാറിന്റെ ചില്ലയെങ്കിലും ഞങ്ങൾ ഉപയോഗിക്കും. ഇല്ലെങ്കിൽ നല്ല ഗ്ലേസിംഗ് ഉള്ള ഭിത്തിയെങ്കിലും ഞങ്ങൾ ഉപയോഗിക്കും. എന്തിനെന്നറിയാമോ? ഞങ്ങളുടെ മനസ്സിലുണ്ട് ഞങ്ങൾ പ്രൊജക്റ്റഡ് ആയ ഒരു ഇമേജ് ഉണ്ട്. അതാക്കി തീർക്കുവാനായിട്ടുള്ള പരിശ്രമം ഞങ്ങളുടെ അകത്തുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ടു ബിക്കം someone else syndrome. ഞാൻ മറ്റൊരുവനായി തീരുന്ന ഒരു സിൻഡ്രോം എല്ലാ മനുഷ്യരിലുമുണ്ട്. പ്രിയമുള്ളവരെ, ഈ 4 സ്വാധീനങ്ങളാണ് നമ്മെ യാഥാർത്ഥ്യത്തിൽ നിന്ന് അകറ്റിക്കളയുന്നത്. ഏതൊക്കെ ഏരിയാസിലാണ് നമ്മെ യാഥാർത്ഥ്യം അകറ്റിക്കളയുന്നത്? ദ ഡിഫറെന്റ് ഏരിയാസ്. ഒന്ന്, നമ്മുടെ വ്യക്തിപരമായ ജീവിതം, മൈ പേഴ്സണൽ ലൈഫ്. 2, എൻ്റെ കുടുംബ ജീവിതം. 3, എൻ്റെ സഭാ ജീവിതം. 4,
എൻ്റെ സാമൂഹ്യ ജീവിതം, എൻ്റെ സാമൂഹ്യ ജീവിതത്തില്, എൻ്റെ സഭാ ജീവിതത്തില്, എൻ്റെ കുടുംബ ജീവിതത്തില്, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തില് ഞാൻ ആര് എന്ന് അറിയിക്കാതിരുന്നുകൊണ്ട് ഞാൻ മറ്റൊരുവനാണ് എന്ന് തെളിയിക്കുവാനുള്ള വ്യഗ്രത എത്ര ശക്തമാണെന്നുള്ളത് നാം അറിയാതെ നമ്മളിൽ അല്ലെങ്കിലും മറ്റുള്ളവരിലാണെങ്കിലും ചിലപ്പോൾ നമ്മളിലൊക്കെ നാം സമ്മതിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെയാണ് ഹിപ്പോക്രൈറ്റ് എന്ന പദം വരുന്നത്. എന്താണ് ഹിപ്പോക്രൈറ്റ് എന്ന പദം? BC 3-ാം നൂറ്റാണ്ടില് യവനായ സംസ്കാരത്തിലാണ് നാടകങ്ങൾ ഏറ്റവും പ്രസിദ്ധമായി വന്നത്. എന്നാൽ നാടകം അഭിനയിക്കുന്ന സമയത്ത് വലിയ വലിയ മൈക്കുകൾ അവർക്കില്ല ശബ്ദം കേൾപ്പിക്കുവാനായിട്ട്. അതുപോലെ അഭിനേതാക്കളെ ദൂരെ ഇരിക്കുന്ന ആൾക്കാരെ കാണിക്കത്തക്ക നിലയിലുള്ള ക്യാമറ സംവിധാനങ്ങളുമില്ല. ഇന്നിപ്പോ ഇതെല്ലാം നമുക്കുണ്ട്. എന്നാൽ ഏകദേശം ഒരു 2300 വർഷങ്ങൾക്ക് മുൻപ് ഇതില്ലായിരുന്നു. അതുകൊണ്ട് യവനന്മാര് അവരൊരു സൂത്രം കണ്ടുപിടിച്ചു. അവരെന്ത് ചെയ്യുന്നറിയാവോ? സ്റ്റേജിൽ അഭിനയിക്കുന്ന കഥാപാത്രങ്ങളുടെ മുഖരൂപം അവർ വെട്ടിയുണ്ടാക്കി. ഒക്കെ ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള മുഖരൂപം അവർ വെട്ടിയുണ്ടാക്കി. പല മുഖരൂപങ്ങൾ വെട്ടിയുണ്ടാക്കിയിട്ട് അഭിനയിക്കുന്നയാള് സ്റ്റേജിൽ വരുമ്പോൾ ഏത് കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കേണ്ടത് ആ കഥാപാത്രത്തിന്റെ മുഖം മൂടി താൻ അണിയും. എന്നിട്ട് അതിനകത്തൊരു ചെറിയ മൈക്രോഫോൺ ഉണ്ട്. ആ മൈക്രോഫോൺ വെച്ചുകൊണ്ട് ഈ കഥാപാത്രത്തെ, യഥാർത്ഥത്തിൽ അദ്ദേഹമല്ല കഥാപാത്രം, പണ്ട് സൂവിനകത്തും ചാടിപ്പോയ കരടിയെ പോലെ, സത്യത്തിൽ കരടിയല്ലായിരുന്നു, മനുഷ്യൻ കരടി വേഷം കെട്ടിയതായിരുന്നു. പക്ഷെ കരടി ചാടി ചെന്നപ്പോൾ ഒരു സിംഹം നിൽക്കുന്നത് കണ്ടു. കരടി പേടിച്ചു, അവൻ നിലവിളിക്കാൻ തുടങ്ങി. എന്നാ സിംഹം പറഞ്ഞു, പേടിക്കണ്ടടാ, നിന്നെ പോലെ ഞാനും വേഷം കെട്ടിയതാണ്. ഈ വേഷം കെട്ടിനെ വിളിക്കുന്ന പേരാണ് ഹിപ്പോക്രൈറ്റ്. ഞാൻ അല്ലാതിരിക്കെ മറ്റൊരുവന്റെ വേഷം ധരിച്ചിട്ട് ഞാൻ അവനെ അവതരിപ്പിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് കപടഭക്തിക്കാരൻ അഥവാ ഹിപ്പോക്രൈറ്റ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിനകത്ത് യേശുക്രിസ്തു എത്രയോ പ്രാവശ്യം ഈ പദം ആവർത്തിച്ച് പറഞ്ഞു. കപടഭക്തിക്കാരേ, വെള്ള തേച്ച ശവക്കല്ലറയ്ക്ക് നിങ്ങൾ സമാനമായിരിക്കുന്നു. പുറമെ നിങ്ങൾ വെള്ള പൂശിയിരിക്കുകയാണ്, എന്നാൽ അകമേയോ വളരെ ഭീഭത്സം ജനിപ്പിക്കുന്ന, വളരെ ദുർഗന്ധം വമിപ്പിക്കുന്ന ശവപ്പറമ്പ് പോലെ സമാനമായിട്ടിരിക്കുന്ന, എന്നാൽ പുറമെ നോക്കുമ്പോൾ വെള്ളയടിച്ചിട്ടിരിക്കുകയാണ്. ഹിപ്പോക്രൈറ്റ്. ഇത് 2400 വർഷങ്ങൾക്ക് മുൻപ് ഗ്രീക്കുകാർ കണ്ടുപിടിച്ചതാണെങ്കിലും ഇന്ന് ലോകത്തിലാകമാനം മനുഷ്യവർഗം അത് ഉപയോഗിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, റിയലി ഹൂ ആർ യു? നിങ്ങൾ ആരാണ്? Not what others perceive about you. മറ്റുള്ളവർ നിന്നെ കുറിച്ച് ആര് എന്ന് പറയുന്നതല്ല നീ. 2, not what you think about you. നിന്നെ കുറിച്ച് നീ ആരെന്ന് ചിന്തിക്കുന്നതുമല്ല. നീ മറിച്ച് ആരാണ് നീ? ദൈവം നിന്നെ കുറിച്ച് നീ ആരെന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ. എവിടാണ് പ്രിയമുള്ളവരെ നാം അതിലേക്ക് എത്തുന്നത്? ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞല്ലോ, 2 മുഖവുമായിട്ട് ജീവിച്ച ഞാൻ കസറിൽ ഇരുന്നപ്പോഴാണ് എനിക്ക് അനുഭവം ഉണ്ടായത്. 4 വയസ്സ് മുതൽ ഞാൻ ചെയ്ത പാപങ്ങളെ കുറിച്ച് ഓർമ്മ എനിക്കുണ്ടായി. അലറി കരയുവാൻ തുടങ്ങി. പിതാവിന്റെ ജ്യേഷ്ഠൻ പഠിപ്പിച്ചിരുന്നു, നരകത്തിൽ പാപി ചാകാത്ത പുഴുവും കെടാത്ത തീയുമുണ്ട്, അത് രക്ഷ എന്തെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്നാൽ ആ സമയത്താണ് ഞാൻ 9-ാം ക്ലാസ്സിൽ സൺഡേ സ്കൂൾ പഠിപ്പിച്ച ഒരു വചനം എനിക്ക് ഓർമ്മ വന്നത്. ആ വചനം ഇതാണ്: അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യഥാർത്ഥവാനായിട്ട്, കൃത്യതയുള്ളവനായിട്ട്, സുതാര്യമുള്ളവനായിട്ട്, നേരുള്ളവനായിട്ട് ഞാനും നിങ്ങളും മാറണമെങ്കിൽ യേശുക്രിസ്തുവുമായിട്ട് കാൽവരി
2000 വർഷങ്ങൾക്ക് മുൻപ് മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ, ചരിത്രത്തിന്റെ മധ്യത്തില്, രണ്ട് കള്ളന്മാരുടെ മധ്യത്തില് മാനവജാതിക്ക് വേണ്ടി സ്വന്തം ജീവൻ പിളർത്തി നൽകിയ യേശു ക്രിസ്തുവുമായിട്ട് നിനക്കൊരു ഏറ്റുമുട്ടൽ ഉണ്ടെങ്കിൽ അവിടെയാണ് നിന്റെ കപടതകൾ അഴിഞ്ഞു പോകുന്നത്, അവിടെയാണ് മുഖംമൂടികൾ ഉടഞ്ഞു പോകുന്നത്, അവിടെയാണ് അഭിനയങ്ങൾ മാറിപ്പോകുന്നത്. മറിച്ച് അവന്റെ മുൻപാകെ പറയും, കർത്താവേ, ഞാനൊരു പാപിയായ മനുഷ്യൻ, എന്നെ രക്ഷിക്കണമേ, എന്റെ പൈതലാക്കി മാറ്റണമേ. ഞാൻ വിളിക്കുന്ന പേരാണ് BA ടെസ്റ്റ് പാസ്സാകണം. എന്താ BA ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ? ബോൺ അഗൈൻ എക്സ്പീരിയൻസ്. ഒരു വീണ്ടും ജനന അനുഭവം ഉണ്ടാകണം. BA ടെസ്റ്റ് മാത്രം പാസ്സായാൽ പോരാ, നമ്മളൊരു CA ടെസ്റ്റോടെ പാസ്സാകണം. എന്താ CA ടെസ്റ്റ്? ദ ക്ലോസ് വാക്ക് വിത്ത് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഹിസ് ക്രോസ്. ജീവിതത്തിലെ വേദനകളും ദുഃഖങ്ങളും വരുമ്പോൾ യേശുവിനോടും അവന്റെ കുരിശിനോടും ചേർന്ന് ജീവിക്കുന്നതാണ് CA ടെസ്റ്റ്. ഈ BAയും CAയും പാസ്സായി നമ്മൾ ജീവിക്കുന്നെങ്കിൽ നമ്മളിൽ ഒരിക്കൽ പോലും മുഖം മൂടി ഉണ്ടാവുകയില്ല. The sinner become the child of God. പാപിയായവൻ ദൈവ പൈതലായി മാറുന്നു. നമ്മുടെ അകത്ത് ക്യാരക്ടർ ഫോർമേഷൻ, സ്വഭാവ രൂപീകരണം സംഭവിക്കുന്നു. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ നാം കാണുന്നത് പോലുള്ള സ്വഭാവ രൂപീകരണം നമ്മളിൽ സംഭവിക്കുന്നു. ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും തന്നെ വിശ്വാസികളാണ് എന്നത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരുപക്ഷെ യേശു ക്രിസ്തുവുമായിട്ട് ഒരു വ്യക്തിപരമായ ബന്ധം ഇല്ലാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വേദി ഞാൻ ഒരു വാക്ക് ഉപയോഗിക്കട്ടെ. കാൽവറി ക്രൂശിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി യാഗമായി തീർന്ന യേശു ക്രിസ്തുവുമായിട്ട് ഒരു വ്യക്തിപരമായ ബന്ധത്തിലേക്ക് കടന്നു വന്നുകൊണ്ട്, കർത്താവേ, എന്റെ ഉള്ളിലേക്ക് നീ വരണമേ, എന്നെ നിന്റെ പൈതലാക്കി മാറ്റണമേ എന്നുള്ള പ്രാർത്ഥന അകത്തുനിന്ന് ഉയരുന്നു എങ്കിൽ പൊയ്മുഖങ്ങൾ അഴിഞ്ഞു പോകും, കപടതകൾ മാറിപ്പോകും, അഭിനയങ്ങൾ മാറിപ്പോയിട്ട് ഇതാ സാക്ഷാൽ ഇസ്രായേലിൽ ഇവനും അബ്രഹാമിന്റെ പുത്രൻ, ഈ വീടിന് രക്ഷ വന്നു എന്ന് സഖായിയോട് യേശു പറഞ്ഞതുപോലെ എന്നെയും നിങ്ങളെ കുറിച്ച് അവൻ പറയുവാൻ ഇടയായി തീരും. ആ വലിയ സ്നേഹത്തെ ഓർത്ത് നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഞാൻ എന്റെ ഈ പ്രമേയത്തിന്റെ 2ാം ഭാഗത്തിലേക്ക് നീങ്ങട്ടെ. ഏതൊക്കെ ഏരിയാസിലാണ് നാം ബി റിയലായി കഴിയേണ്ടത്? ഞാനൊരു യാഥാർത്ഥ്യമുള്ള ക്രിസ്തീയ വിശ്വാസി, ഞാനൊരു നേരുള്ള ഒരു ക്രിസ്തീയ വിശ്വാസി, ഒരു കൃത്യതയുള്ള ഒരു ക്രിസ്തീയ വിശ്വാസി, ഒരു സുതാര്യമായ ക്രിസ്തീയ വിശ്വാസി, യാഥാർത്ഥ്യമായ ക്രിസ്തീയ വിശ്വാസി എന്ന നിലയിൽ ഏതൊക്കെ ഏരിയാസിലാണ് ഞാൻ ജീവിക്കേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞ 4 ഏരിയാസിൽ നാം ബി റിയൽ എന്ന പദത്തിന്റെ പ്രസക്തി നാം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഒന്ന്, നമ്മുടെ വ്യക്തിപരമായ ജീവിതം. ഞാൻ പറഞ്ഞല്ലോ, മറ്റുള്ളവർ എന്നെ കുറിച്ച് പറയുന്നതല്ല ഞാനും എന്നെ കുറിച്ച് പറയുന്നതല്ല ഞാൻ, ദൈവം എന്നെ കുറിച്ച് പറയുന്നതാണ് ഞാൻ. അവിടെയാണ് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ബി റിയലായി ഞാൻ മാറേണ്ടത്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 26-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞത് എന്താ? ഒരുവൻ സർവ്വലോകവും നേടിയിട്ടും അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം? നാം എല്ലാം വെട്ടിപ്പിടിച്ചു, എല്ലാം കരഗതമാക്കി, എല്ലാം സ്വായത്തമാക്കി. എന്നാൽ എന്നെ തന്നെ എനിക്ക് നേടുവാൻ കഴിഞ്ഞില്ലെങ്കിൽ, എന്നെ തന്നെ ഞാൻ യാഥാർത്ഥ്യമുള്ളവനായി കഴിഞ്ഞില്ല എങ്കിൽ എന്ത് പ്രയോജനം? The real measure of a person is not by his beauty or face. ഒരുവന്റെ യഥാർത്ഥ്യം എന്ന് പറയുന്നത് അവന്റെ മുഖ സൗന്ദര്യമല്ല കേട്ടോ, അവൻ പുറമെ അവതരിപ്പിക്കുന്നതല്ല. മറിച്ച് the real measure of a person
is beauty of his or her heart. പത്രോസ് പറയുന്നത് പോലെ കൂടം മനുഷ്യൻ, ഹൃദയത്തിന്റെ സൗന്ദര്യം, അതാണ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തി. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയുമല്ലോ, അനുസരണകൾ കാണിക്കുമ്പോൾ ബി യുവർസെൽഫ്. എപ്പോഴും ആവർത്തിച്ച് പറഞ്ഞൊരു പദമാണ് ബി യുവർസെൽഫ്. നീ നിന്നെ പോലെ തന്നെ ഇരിക്കുന്ന. കർത്താവ് തന്നെയല്ലേ പറയുന്നത്? എപ്പോഴും ആവർത്തിച്ച് പദന ആ പദത്തില് ജസ്റ്റ് ബി യുവർസെൽഫ്. നീ നീയായിട്ട് തന്നെ ഇരിക്കുക, മറ്റൊരുവനായി തീരാതെ. 4 പ്രക്രിയകൾ ഞാനായിട്ട് തന്നെ ഇരിക്കണമെങ്കിൽ ഞാൻ മനഃപൂർവ്വം എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കണം. 1, ഡിസ്കവർ ഹൂ യു ആർ. നീ ആര് എന്ന് എപ്പോഴും മനസ്സിലാക്കണം. അവിടെയാണ് ഞാൻ കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ച ചോദ്യത്തിന്റെ പ്രസക്തി ഞാൻ ആരംഭത്തിൽ പറഞ്ഞത്. റോളുകളല്ല ഞാൻ, മറിച്ച് റോളുകൾക്കകത്ത് നിൽക്കുന്ന യഥാർത്ഥത്തിലുള്ള പച്ചയായ മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ചോദിക്കണം, ഞാൻ ആരാ? മറ്റുള്ളവർ കൈയടിക്കുമ്പോഴും ഞാൻ ചോദിക്കണം, ഞാൻ ആരാ? മറ്റുള്ളവർ പ്രോത്സാഹിപ്പിക്കുമ്പോഴും ഞാൻ ചോദിക്കണം, ഞാൻ ആരാ? മറ്റുള്ളവർ വിമർശിക്കുമ്പോഴും ഞാൻ ചോദിക്കണം, ഞാൻ ആരാണ്? മറ്റുള്ളവർ കുറ്റപ്പെടുത്തുമ്പോഴും ഞാൻ ചോദിക്കണം, ഞാൻ ആരാണ്? ഡിസ്കവർ ഹൂ യു ആർ. 2, ഡിസ്കവർ യുവർ വാല്യൂസ്. ഏതിനൊക്കെയാണ് ഞാൻ മൂല്യം കൊടുക്കുന്നത്? ഞാൻ ആരാണെന്ന് എപ്പോഴും തിരിച്ചറിഞ്ഞുകൊണ്ട് ഏതിനൊക്കെയാണ് ഞാൻ മൂല്യം, വാല്യൂസ് ചെയ്യുന്നതെന്ന് എപ്പോഴും ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ടേയിരിക്കണം. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ മേഖലകളില് നമ്മുടെ വാല്യൂ സിസ്റ്റം നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. 3-ാമതായിട്ട് അവോയ്ഡ് ഫിക്സിംഗ് ഓൺ ദ പാസ്റ്റ് ആൻഡ് നോട്ട് ലെറ്റിംഗ് യു ഗ്രോ. കഴിഞ്ഞ കാലത്തെ പരാജയങ്ങളോ, കഴിഞ്ഞ കാലത്തെ വേദനകളോ, കഴിഞ്ഞ കാലത്തെ തിക്താനുഭവങ്ങളിലോ നിന്റെ ശ്രദ്ധ നീ ഒരിക്കലും പിടിച്ചു കെട്ടരുത്. അങ്ങനെ പിടിച്ചു കെട്ടിയിട്ട് നിന്നെ വളരാൻ അനുവദിക്കാതിരിക്കരുത്. മറിച്ച് ആ കയർ നീ എപ്പോഴും അഴിച്ചുകൊണ്ടേയിരിക്കണം. നിന്റെ സെൽഫ്, എന്റെ സെൽഫ് എന്നെ എപ്പോഴും കഴിഞ്ഞ കാലത്തിലെ പരാജയങ്ങളിൽ എന്നെ കൂച്ചുവലം ഇടാൻ വേണ്ടി എന്റെ ആ മുഖം മൂടി ഉണ്ടല്ലോ, അത് ശ്രമിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയില്, യേശു ക്രിസ്തുവിന്റെ നാമത്തില്, ദൈവ കൃപയിൽ ആശ്രയിച്ച് ആ കയർ ഞാൻ മുറിച്ചു മാറ്റിക്കൊണ്ടിരിക്കണം. എന്നെ കഴിഞ്ഞ കാലത്തിലെ ഓർമ്മകളിൽ എന്നെ പിടിച്ചു കെട്ടുവാൻ ശ്രമിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ കർത്താവ് എന്നോട് കരുണ തോന്നി എന്ന് പറഞ്ഞുകൊണ്ട് നാം അഴിച്ചു വിടണം. അതല്ലേ പൗലോസ് പറഞ്ഞത്? ഫിലിപ്പിയ ലേഖനം 3:13 എന്താ പൗലോസ് പറഞ്ഞത്? ഞാൻ പിൻപിലുള്ളത് മറന്നും കൊണ്ട് ക്രിസ്തുയേശുവിൽ പരമവിലാക്കിലേക്ക് ഞാൻ ബന്ധപ്പെട്ട് മുൻപിലേക്ക് ഓടുന്നു. ഞാൻ എന്നെ തന്നെ തിരിച്ചറിയണം. എന്റെ മൂല്യങ്ങൾ എന്താണ് തിരിച്ചറിയണം. പഴയ അനുഭവങ്ങളിൽ എന്നെ പിടിച്ചു കെട്ടുവാൻ അനുവദിക്കരുത്. അടുത്തത്, എന്റെ ബലങ്ങൾ ഏതൊക്കെയാണ്, എന്റെ ബലഹീനതകൾ ഏതൊക്കെയാണെന്ന് ഞാൻ എപ്പോഴും തിരിച്ചറിയണം. എന്റെ ബലങ്ങൾ മാത്രം ഞാൻ തിരിച്ചറിഞ്ഞാൽ പോരാ, എന്റെ ബലഹീനതകളും ഞാൻ തിരിച്ചറിയണം. ഒരിക്കലും താരതമ്യത്തിലേക്ക് ഞാൻ നീങ്ങരുത്. ഞാനായിട്ട് തന്നെ ദൈവസന്നിധിയിൽ നിൽക്കണം. ഏറ്റവും ഒടുവിലായിട്ട് റിലാക്സ് ചെയ്യണം. ദൈവം എന്നെ അംഗീകരിച്ചുവെങ്കിൽ, ദൈവം എന്നെ സ്വീകരിച്ചുവെങ്കിൽ, മറ്റുള്ളവരെ കുറിച്ച് പറയുന്നതായിക്കൊള്ളട്ടെ, എന്റെ തന്നെ തോന്നലുകളായിക്കൊള്ളട്ടെ, അതിന്റെ നടുവിൽ ദൈവത്തിൽ കാണുന്നത് പോലെ യഹോവ വിശുദ്ധീകരിച്ചവനെ ആർ കുറ്റം ചുമത്തും, യഹോവ അംഗീകരിച്ചവനെ ആർ കുറ്റം വിധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് റിലാക്സ് ചെയ്യണം. റിലാക്സ് ചെയ്യുമ്പോൾ തന്നെ പരാജയങ്ങളെ ചിരികളാക്കി മാറ്റണം. പരാജയങ്ങളെ മറ്റുള്ളവർക്ക് ആസ്വദിക്കുന്ന നിലയിൽ, മറ്റുള്ള പാഠങ്ങൾ പഠിക്കുന്ന നിലയിൽ ചിരികളാക്കി മാറ്റുമ്പോൾ നാം നമ്മെ തന്നെ എപ്പോഴും തിരിച്ചറിയുകയാണ്. ആ തിരിച്ചറിവിൽ ദൈവം ആഗ്രഹിക്കുന്നത്, God desires
authentic change in our life. കൃത്യമായ, പവിത്രമായ, വളരെ സുതാര്യമായ മാറ്റം എന്നിൽ സംഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എൻ്റെ ഇൻസൈഡ് ഔട്ട്, ഞാൻ ആദ്യത്തെ സന്ദേശത്തിൽ പറഞ്ഞതുപോലെ, എൻ്റെ അകത്തുള്ളത് വെളിയിൽ പോയിട്ട് വെളിയിൽ നിൽക്കുന്ന ദൈവം എൻ്റെ അകത്ത് കയറിയിട്ട് ഞാനും ദൈവവുമായി ഒരു കൃത്യമായ പ്രയാണം ചെയ്യുന്നത്, ആ രൂപാന്തരപ്പെട്ട ജീവിതമാണ് ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത്. വ്യക്തിപരമായ ജീവിതത്തിൽ ബി റിയൽ ഇങ്ങനെയാണെങ്കിൽ അടുത്തത് നമ്മുടെ കുടുംബ ജീവിതം. എനിക്കറിയാം, കുവൈറ്റ് പോലെയുള്ള പട്ടണത്തിൽ വളരെ സമയബന്ധിതമായ ജീവിത ശൈലിയാണ് എല്ലാവർക്കും ഉള്ളത്. അതിൻ്റെതായ സ്ട്രെസ്സുകള്, അതിൻ്റെതായ ടെൻഷനുകള്, അതിൻ്റെതായ സങ്കീർണതകള് കുടുംബ ബന്ധങ്ങളിൽ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായ കാര്യമാണ്. എങ്കിലും ആ കുടുംബ ബന്ധത്തിനകത്തും റിയലായി ജീവിക്കുവാൻ ദൈവം നമ്മെ ആഗ്രഹിക്കുന്നു. Real people stay faithful with each other in family life. കുടുംബ ബന്ധത്തിനകത്ത്, ഭാര്യ ഭർത്തൃ ബന്ധത്തിനകത്ത്, മാതാപിതാക്കൾ മക്കൾ ബന്ധത്തിനകത്ത് വിശ്വസ്തത പുലർത്തുവാൻ കാരണം സദൃശവാക്യം 5:18 നാം വായിക്കുന്നത് പോലെ, നിന്റെ യൗവനത്തിലെ ഭാര്യയിൽ നീ സന്തോഷിച്ചു കൊള്ളുവീൻ. 19-ാം വാക്യത്തിൽ പറയുന്ന പോലെ അവരുടെ സ്നേഹത്താൽ നീ പുടിക്കപ്പെട്ടവനായിരിക്കണം. തിരിച്ചും അത് തന്നെ യാഥാർത്ഥ്യമാണ്. കുടുംബ ജീവിതത്തിനകത്തെ ആ സ്നേഹത്തിന്റെ മാധുര്യം തിരിച്ചറിയുമ്പോൾ, ആ മാധുര്യം കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കഴിയുമ്പോൾ അവിടെ പിന്നെ കപടതകളില്ല, അവിടെ പിന്നെ വേഷം കെട്ടലുകളില്ല, അവിടെ പരസ്പര കരുതലുണ്ടായിരിക്കും. അന്യോന്യമുള്ള പ്രഷറുകള് ഷെയർ ചെയ്യുന്ന അനുഭവത്തിലേക്ക് നീങ്ങും. ഭാര്യയുടെ പ്രഷർ ഭർത്താവ് ഏറ്റെടുത്തുകൊണ്ട് സഹായിക്കുവാനായിട്ട് ശ്രമിക്കും. ഭർത്താവിന്റെ പ്രഷർ BP അല്ല കേട്ടോ, ജോലി സംബന്ധമായിട്ടും ജീവിത സംബന്ധമായിട്ടുള്ള പ്രഷറുകൾ ഏറ്റെടുത്തുകൊണ്ട് അവിടെ സഹായിക്കുവാനായിട്ട് മുൻപോട്ട് വരും. കാരണം ബി റിയൽ. കുടുംബ ബന്ധത്തിനകത്ത് 2 തിരുവചന ഭാഗമുണ്ട്. എന്നാൽ ഞാൻ 2 ഭാഗവും സമയം എന്റെ മുന്നിൽ അതിക്രമിക്കുന്നതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ലെങ്കിലും വളരെ വേഗം പറയട്ടെ. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 9 മുതൽ 13 വാക്യത്തിനകത്ത് യേശു കർത്താവ് പറയുന്നത് ഖുർബാൻ എന്ന ഒരു എബ്രായ സംസ്കാരം വെച്ചുകൊണ്ട് കർത്താവ് പറയുകയാണ്, നീ ഖുർബാൻ എന്ന വാക്ക് പറഞ്ഞുകൊണ്ട് നിനക്ക് അപ്പനോടും അമ്മയോടും ചെയ്യുന്ന ഉത്തരവാദിത്വം നീ ചെയ്യാതിരിക്കരുത് എന്ന് പറഞ്ഞാൽ, എന്റെ ആത്മീയ ജീവിതത്തിന്റെ തീവ്രത, എന്റെ ബന്ധങ്ങൾക്കകത്തെ കടപ്പാടുകൾ നിർവഹിക്കാതിരിക്കാനായിട്ടുള്ള മറുവഴിയല്ല. കുടുംബ ബന്ധങ്ങൾക്കകത്ത് റിയലായി ജീവിക്കുമ്പോൾ അത് തന്നെയാണ് തീമോഥെയോസിന് 1-ാം ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യത്തില് പൗലോസ് പറയുന്നത്. വ്യക്തിബന്ധത്തിൽ ബി റിയലായിരിക്കുക, കുടുംബ ബന്ധത്തിൽ ബി റിയലായിരിക്കുക. 3, സഭാ ജീവിതത്തിൽ ബി റിയലായിട്ടിരിക്കുക. നമുക്ക് യേശുവിന്റെ മുൻപാകെ ഒരു മാർത്തയും മറിയയും ഉണ്ട്. 2 പേരും കർത്താവിനെ ശുശ്രൂഷിക്കുകയാണ്. പക്ഷെ ഒരുവൾ അസ്വസ്ഥമായിക്കൊണ്ട്, അവൾ കർത്താവിനെയാണ് ശുശ്രൂഷിക്കുന്നതെങ്കിലും അവൾ അസ്വസ്ഥതയായിക്കൊണ്ടാണ് ശുശ്രൂഷിക്കുന്നത്. മറ്റവൾ കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുകയാണ്. 2നും തുല്യ പ്രാധാന്യമുണ്ട്. പക്ഷേ ഒന്നിനെ കർത്താവ് പ്രശംസിച്ചു പറഞ്ഞു, മറ്റതിനെ ഇകഴ്ത്തി പറഞ്ഞു. ഒന്നിനെ പുകഴ്ത്തി, മറ്റതിനെ ഇകഴ്ത്തി. എന്താ കാരണം? മാർത്തയെ സംബന്ധിച്ച് അവൾ ചെയ്ത ജോലി ദൈവത്തിന് കർത്താവിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് അവൾ ആ ജോലി ചെയ്തപ്പോഴും കർത്താവിന്റെ സാന്നിധ്യം അവൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞില്ല. സഭാ ജീവിതത്തില് our presence and activities will be controlled by the fear of God. ദൈവ ഭയം കൊണ്ട് സഭയിലേക്ക് വരുന്ന സമയം മുതൽ പോകുന്ന സമയം വരെയും ദൈവ ഭയം നമ്മെ നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു. We are conscious
of the presence of God. ദൈവത്തിന്റെ സാന്നിധ്യം അത് കേവലം മൈക്ക് ചലിക്കുമ്പോൾ മാത്രമല്ല, ആംപ്ലിഫയറിന്റെ പവർ അത് ആംപ്ലിഫൈ ചെയ്യുമ്പോൾ മാത്രമല്ല, ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്ന നിമിഷം മുതൽ ദൈവത്തിന്റെ സാന്നിധ്യം നാം അനുഭവിക്കും. നാം പാട്ട് പാടിയാലും, സാക്ഷ്യം പറഞ്ഞാലും, വചനം പ്രസംഗിച്ചാലും, അവന് സ്തോത്രം ചെയ്താലും, ഓഫറിംഗ് ഇട്ടാലും, കരങ്ങൾ കൊടുത്താലും, നാം ദൈവ ഭയത്താലും ദൈവ സാന്നിധ്യത്താലും നാം നിയന്ത്രിക്കപ്പെട്ടുകൊണ്ട് നമ്മുടെ സഭാ ജീവിതം നാം മുന്നോട്ട് കൊണ്ടുപോകും. നമ്മുടെ ആരാധന നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉരുവായിക്കൊണ്ടേയിരിക്കും. അതില്ല എങ്കിലാണ് കർത്താവ് മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യത്തിൽ കർത്താവ് പരീശരെ നോക്കിക്കൊണ്ട് പറഞ്ഞത്, അവരുടെ അധരങ്ങൾ കൊണ്ട് അവരെന്നെ സ്തുതിക്കുന്നു, അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വിട്ട് അകന്നു പോയിരിക്കുന്നു. വ്യക്തിബന്ധം, കുടുംബബന്ധം, സഭാബന്ധം, 4 നമ്മുടെ സാമൂഹിക ബന്ധം, സോഷ്യൽ ലൈഫ്. ദാനിയേൽ എന്ന് പറയുന്ന ഈ മനുഷ്യൻ ബാബിലോണിൽ വിദേശ ജാതീയ രാജ്യത്താണ് താൻ കഴിയുന്നതെങ്കിലും ആ രാജ്യത്തെ ഗവൺമെന്റില് എത്ര ടോപ്പ് ലെവലിലാണ് താൻ ജീവിച്ചതെങ്കിലും തനിക്കൊരു കാര്യം അറിയാമായിരുന്നു, ബാബിലോണിലെ രാജാവല്ല യഥാർത്ഥ രാജാവ്, മറിച്ച് God is the real master and the real boss. എൻ്റെ ജോലിയുടെ യഥാർത്ഥ ബോസ്, യഥാർത്ഥ മാസ്റ്റർ ദൈവമാണെങ്കിൽ അവിടെ കളിപ്പിക്കലുകൾ എന്നെ കൊണ്ട് ചെയ്യുവാൻ പാടില്ല. പ്രിയ സുഹൃത്തുക്കളെ, ബി റിയൽ എന്നുള്ളത് നമ്മുടെ വ്യക്തി ജീവിതത്തില്, കുടുംബ ജീവിതത്തില്, സഭാ ജീവിതത്തില്, സാമൂഹ്യ ജീവിതത്തില് നാം ഏറ്റെടുത്ത് കഴിയുമ്പോൾ നമ്മെ കുറിച്ച് സഭയും കുടുംബവും ലോകവും പറയും, he is a child of God, അവൻ ദൈവപൈതലാണ് എന്ന്. ഇത് തന്നെയാണ് ദൈവവും ക്രിസ്തുവും ആഗ്രഹിക്കുന്നത്. Jesus' life was defined differently. ലോകം നിർവചിക്കുന്നത് പോലെയല്ല യേശു ജീവിതത്തെ നിർവചിക്കുന്നത്. ഈ കാണുന്ന ലോകത്തിൽ പടുത്തു കൂട്ടുന്നത് ഒന്നും തന്നെ കർത്താവിന് വിഷയമായ കാര്യമല്ല. കാരണം അവൻ ലോകത്തെ വാല്യുവേറ്റ് ചെയ്യുന്നത് നിത്യതയുടെ വെളിച്ചത്തിലാണ്, താൽക്കാലികതയുടെ വെളിച്ചത്തിലല്ല. യേശു കാര്യങ്ങളെ അപഗ്രഥിക്കുന്നത്, മറിച്ച് അവൻ കാര്യങ്ങളെ അപഗ്രഥിക്കുന്നത് നിത്യതയുടെ വെളിച്ചത്തിലാണ്. മനുഷ്യൻ പുറമേയുള്ളതിനു വേണ്ടി അധികം പ്രാധാന്യം കൊടുക്കുമ്പോൾ അന്തരിന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്ന ക്രിസ്തു നമ്മുടെ സ്വഭാവം, നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ വിശ്വാസം, നമ്മുടെ നീതി കർത്താവ് നോക്കുന്നു. കാരണം അവൻ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. ശൗലിനോട് ശമൂവേൽ പറഞ്ഞതുപോലെ, പൗലോസിനോട് ക്രിസ്തു യേശു പറഞ്ഞതുപോലെ, തീമോത്തിയോസിനോട് പൗലോസ് പറഞ്ഞതുപോലെ, ഏഷ്യ മൈനറിൽപ്പെട്ട സഭകളോട് പത്രോസ് പറഞ്ഞതുപോലെ, ചിതറിപ്പാർത്ത 7 സഭകളോട് ആത്മാവ് പറഞ്ഞതുപോലെ, ഒറ്റ കാര്യം, പുറമേയുള്ളതല്ല പ്രിയപ്പെട്ടവരെ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്, മറിച്ച് അകമേയുള്ളതാണ്. വേദപുസ്തകത്തില് ആവർത്തിച്ച് കാണുന്ന ആശയം അത് തന്നെയാണ്. ഞാൻ ഇങ്ങനെ കൺക്ലൂഷനിലേക്ക് നീങ്ങട്ടെ. അവർ ലൈഫ് മസ്റ്റ് ബി റിയൽ. നമ്മുടെ ജീവിതം യാഥാർത്ഥ്യമായിരിക്കണം. എന്താ കാരണം? ഹിസ് ലൈഫ് ഫോർ us was real. എനിക്ക് വേണ്ടിയുള്ള യേശുവിന്റെ ജീവിതം യാഥാർത്ഥ്യമായിരുന്നു. യേശുവിന്റെ സ്നേഹം എന്നോടുള്ളത് യാഥാർത്ഥ്യമായിരുന്നു. എനിക്ക് വേണ്ടിയുള്ള അവന്റെ കഷ്ടതകൾ യാഥാർത്ഥ്യമായിരുന്നു. എനിക്ക് വേണ്ടിയുള്ള അവന്റെ മരണവും പുനരുത്ഥാനവും യാഥാർത്ഥ്യമായിരുന്നു. എനിക്ക് വേണ്ടിയുള്ള പിതാവിന്റെ മുൻപാകെയുള്ള മധ്യസ്ഥത യാഥാർത്ഥ്യമായിരുന്നു. എന്റെ മുൻപാകെയുള്ള ന്യായവിധിയും യാഥാർത്ഥ്യമാണ്. എന്റെ മുൻപാകെയുള്ള നിത്യതയും യാഥാർത്ഥ്യമുള്ളതാണ്. അതുകൊണ്ട് ഒരു ചോദ്യം, ആർ യു ഒത്തന്റിക്? ആർ യു റിയൽ? ഞാൻ എന്നോട് ചോദിച്ചത് കേട്ടോ.
Am I authentic? Am I real? കാരണം എനിക്ക് വേണ്ടിയുള്ളത് മുഴുവൻ യാഥാർത്ഥ്യമാണ്. നിങ്ങൾക്കറിയാമോ, സഭാ ജീവിതത്തിൽ കൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ, കൗണ്ടർ ഫിറ്റ് ക്രിസ്ത്യാനിറ്റിയാണ് ഇന്ന് സഭകളിലെല്ലാം പെരുകുന്നത്. എന്താ കൗണ്ടർ ഫിറ്റ് എന്ന് പറഞ്ഞാല്? ഒരു നല്ല നാണയമുണ്ടെങ്കിൽ ഒരു കള്ള നാണയമുണ്ട്, ഒരു നല്ല സിമെന്റ് ഉണ്ടെങ്കിൽ ഒരു കള്ള സിമെന്റ് ഉണ്ട്. ലോകത്തിൽ എന്തെല്ലാം നല്ലതുണ്ടോ അതിന്റെ എല്ലാം കളവുകൾ മറുഭാഗത്തുണ്ടാക്കും. അതിനെ വിളിക്കുന്ന പേരാണ് കൗണ്ടർ ഫിറ്റ്. ഞാനിങ്ങനെ പറയട്ടെ, സഭാ ജീവിതത്തിലും കൗണ്ടർ ഫിറ്റ് ക്രിസ്ത്യാനിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ നാം ഒരു സ്വയം വിമർശനം ചെയ്യേണ്ടിയിരിക്കുന്നു. പക്ഷേ ധന്യനായ പൗലോസ്ലീഹ തീമോഥെയോസിന് ലേഖനം എഴുതിയപ്പോൾ താൻ പറഞ്ഞൊരു ഭാഗമുണ്ട്. 2 തീമോഥെയോസ് 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യത്തിൽ അന്ത്യകാലത്ത് എന്തൊക്കെ സംഭവിക്കുമെന്ന് പൗലോസ് പറഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ താൻ പറഞ്ഞു വരികയാണ്, അന്ന് ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ കെടുക്കുന്ന അനേകരുണ്ടാകും. അതല്ലേ കൗണ്ടർഫിറ്റ് ക്രിസ്ത്യാനിറ്റി? പരിശുദ്ധാത്മാവ് നമ്മളോട് ചോദിക്കുന്നത് ഭക്തിയുടെ വേഷമല്ല വേണ്ടിയത്, മറിച്ച് അതിൻ്റെ അകത്തെ ശക്തിയാണ് നമുക്ക് വേണ്ടിയത്. പ്രിയമുള്ളവരെ, 2 കൊരിന്ത്യർ 13-ാം അധ്യായം 5-ാം വാക്യത്തില് അതുകൊണ്ടാണ് പൗലോസ് കൊരിന്ത്യർ ലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ പൗലോസ് പറയുന്നത്, നിങ്ങൾ നിങ്ങളെ തന്നെ പരീക്ഷിച്ച് ശോധന ചെയ്യുവീൻ. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. പരിശുദ്ധാത്മാവിന്റെ ഒരു ടെസ്റ്റാണ്. I am not here to judge or condemn a soul. നിങ്ങളെ കുറ്റം വിധിക്കാനോ നിങ്ങളെ കുറ്റപ്പെടുത്താനോ അല്ല ഞാൻ ഈ മൈക്കുമായിട്ട് ഇവിടെ നിൽക്കുന്നത്, മറിച്ച് my goal is to allow God full access to mine and your heart. എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ പൂർണ്ണ സ്വാതന്ത്ര്യം കടന്നു വരുവാനായിട്ട് ഇടയാകണമേ എന്നുള്ള പ്രാർത്ഥനയാണ് എനിക്ക് ഉള്ളത്. പരിശുദ്ധാത്മാവിന് എന്നിലേക്ക് തന്റെ ദിവ്യമായ ആ ടോർച്ച് ലൈറ്റ് എന്നിലേക്കൊന്ന് അടിച്ചിട്ട് എന്നെ ഒന്ന് ശോധന ചെയ്യണമേ. അതിനു വേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തനം 139-ന്റെ 23-24 വാക്യത്തിൽ പറയുന്നത്, ഇൻവെസ്റ്റിഗേറ്റ് മൈ ലൈഫ് ഓ ഗോഡ്. എന്റെ ജീവിതത്തെ ദൈവമേ നീ ശോധന ചെയ്യണമേ. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, ദൈവത്തിൽ ആശ്രയിക്കുന്ന യാതൊരു ദൈവ പൈതലിനെയും അതേ റിയൽ ക്രിസ്ത്യൻ ലൈഫ് ജീവിക്കുവാനായിട്ട് അവൻ അനുവദിക്കുമെന്ന്. കാരണം പ്രലോഭനങ്ങളെ ജയിച്ച ക്രിസ്തുവാണ് നമ്മുടെ മുൻപാകെ നിൽക്കുന്നത്. യാഥാർത്ഥ്യ ജീവിതം നയിച്ച ക്രിസ്തുവാണ് നമ്മുടെ മുൻപാകെ നിൽക്കുന്നത്. സകലതിനെയും ജയിച്ച് വിജയശ്രീലാളനായി നിൽക്കുന്ന യേശുവാ പറഞ്ഞത്, എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ സഹായിക്കുമെന്ന്. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും വളരെ ഉറപ്പോടെ ഞാൻ പറയട്ടെ, 100% ക്രിസ്തീയ ജീവിതം യാഥാർത്ഥ്യമായിട്ട് ജീവിക്കുവാൻ നമ്മളെ കൊണ്ട് കഴിയും. അത് നമ്മുടെ ബലമല്ല, മറിച്ച് ഉയരത്തിലെ അത്യന്ത ശക്തി നമ്മുടെ മേൽ പകർന്നിട്ട് നമ്മെ ജീവിക്കുവാൻ അവൻ അനുവദിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു താഴ്മയായ വെല്ലുവിളി നിങ്ങളുടെ മുൻപാകെ വയ്ക്കട്ടെ. I am challenging authentic Christians to live the life you know God is calling you to live. നിങ്ങൾ ജീവിക്കുവാൻ വേണ്ടി നിങ്ങളുടെ മേലുള്ള അവന്റെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കിക്കൊണ്ട് നിങ്ങൾ ജീവിക്കുവാനായി താല്പര്യപ്പെടുന്നു. അവിടെ ക്രിസ്തു നിങ്ങളെ സഹായിക്കും. ഫിലിപ്പിയർ 4:13 കാണുന്നത് പോലെ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഞാൻ എൻ്റെ വചനം അവസാനിപ്പിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്ന ഒറ്റ ചോദ്യം,